Hi students. Now we are going to discuss developing values in children. So this is the last topic of our unit 4 block 2. So എങ്ങനെയാണ് നമുക്ക് കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം എന്നതാണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ഒരുപാട് ലിസ്റ്റ് ഓഫ് വാല്യൂസ്. വി ഹാവ് ഐഡന്റിഫൈഡ് എ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരുപാട് വാല്യൂസ് വേണം നമ്മൾ പഠിച്ചു. ദെൻ ഡെവലപ്മെന്റ് ഓഫ് വാല്യൂസ് കനോട്ട് ബി എ ഷോർട്ട് ടേം അഫെയർ. നമുക്കൊരു സുപ്രഭാതത്തിൽ കുട്ടികളുടെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഇറ്റ് റിക്വയർസ് എഡ്യൂക്കേഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലെ. നമുക്ക് കുറച്ച് ദീർഘനാളത്തെ എഡ്യൂക്കേഷൻ വേണം. ഒരു ലോങ് ടേം എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളിൽ വാല്യൂസ് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. Which should be initiative as early as in the childhood when the foundation for future life is laid. So അത് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ കുട്ടികളിൽ വാല്യൂ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ. നമ്മൾ പറയാറുണ്ട് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു അത് എപ്പോഴും അവിടെ നിലനിൽക്കും. സോ നമ്മൾ വളരെ ഏർലി ഏജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ടൈം എടുത്താൽ മാത്രമേ കുട്ടികളുടെ വാല്യൂസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ എല്ലാ എക്കണോമിക്കലി ഡെവലപ്ഡ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ദാറ്റ് children from the age of 5 onwards would spend a large part of their day away from their families at school where they will be in charge of teachers. At least 10 years of the child's life would be spent in this way. അപ്പോൾ നമുക്കറിയാം കുട്ടികൾ 5 വയസ്സ് മുതൽ എന്താണ് സ്കൂളിലാണ്. സോ ഒരുപാട് വർഷം, അതായത് ഒരുപാട് ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ ഒരു ദിവസത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. സോ ദേ ആർ അവേ ഫ്രം ദെയർ പാരൻസ്. ഫാമിലിയിൽ നിന്ന് വിട്ട് ഏകദേശം ഒരു ടീച്ചേഴ്സാണ് അവിടെ ഇൻചാർജ് ആയിട്ട് വരുന്നത് അല്ലെ. ടീച്ചേഴ്സിന്റെ അടുത്താണ് കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ. സോ ഒരാളുടെ ലൈഫിൽ ഒരു 10 വർഷത്തോളം അവർ സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കുട്ടിയുടെ ലൈഫിൽ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. സോ എന്താ പറയുന്നത്, therefore schools have an important role to develop the values in children. അപ്പോൾ സ്കൂളുകൾക്ക് എന്തുണ്ടാവും, ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് അല്ലേ. അതാണ് നമുക്കതൊന്ന് മനസ്സിലാക്കേണ്ടത്. സോ ദ ടീച്ചേഴ്സ് ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡെവലപ്പിംഗ് വാല്യൂസ്. സോ അതുകൊണ്ടാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം, വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു റെസ്പോൺസിബിലിറ്റി ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. സോ ദെൻ സാധാരണ സ്കൂളുകളിൽ വാല്യൂസ് എങ്ങനെയാണ്, പണിഷ്മെന്റ്, റീഇൻഫോഴ്സ്മെന്റ് മോഡൽ. പണിഷ്മെന്റിലൂടെയാണ് കുട്ടികളുടെ വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്നത്. ബട്ട് അതൊരു ഡെലിബറേറ്റ് എഫേർട്ടാണ്. പക്ഷെ അത് പാടില്ല. ഒരു പ്ലാൻഡ് ഡെലിബറേറ്റ് അറ്റംപ്റ്റ്, ഒരു പ്ലാൻ ചെയ്തിട്ടൊരു വാല്യൂ ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്കൂളുകളിൽ ഡെവലപ്പ് ചെയ്യണം. കുട്ടികൾ അറിയാതെ കുട്ടികൾ അതിൽ വാല്യൂസ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം. പണിഷ്മെന്റിലൂടെ ഒന്നല്ല നമ്മൾ വാല്യൂസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് കുട്ടികളിൽ എങ്ങനെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാമെന്ന് ടീച്ചേഴ്സും മാനേജ്മെന്റും തീരുമാനിച്ച് അതൊക്കെ കുട്ടികളിൽ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, കുട്ടികളിൽ നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, ഇക്വാലിറ്റി, പാർട്ടിസിപ്പേഷൻ ആൻഡ് മെനി അതർ സച്ച് ഇഷ്യൂസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. Education in the latter case would not remain confined to passing on lots information for memorizing and forgetting, but also include internalization of this information, development of skills, attitudes to meet these challenges. അപ്പോൾ ചുരുക്കി പറയുന്നത് എന്താ വെച്ചാൽ കുട്ടികളിൽ നമ്മൾ കുട്ടികൾക്ക് ബൈ ഹാർട്ട് പഠിക്കുക, മെമ്മറൈസ് ചെയ്യുക എന്ന് മാത്രമല്ല, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പബ്ലിക് ഇഷ്യൂസ്, സൊസൈറ്റിയിൽ വരുന്ന ഇഷ്യൂസ്, ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും ഒക്കെ കുട്ടികളെ പ്രാപ്തരാക്കുന്ന രീതിയിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടികൾക്കൊരു തോന്നലുണ്ടാവും, ഇറ്റ് ഈസ് ഫോർ അസ് നോട്ട് സംവൺ എൽസ്. കുട്ടികൾ അച്ഛനമ്മയ്ക്ക് വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി പഠിക്കുക, ടീച്ചേഴ്സിന് വേണ്ടി പഠിക്കില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എന്നൊരു തോന്നൽ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. The concept of sustainable development must promote public involvement in environmental management at the local level.
This will come only from the citizen and feel truly involved in the local community, not the simply respond to universal. So നമ്മൾ ഒരു പൊതുജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ടായാൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് നമുക്കറിയാം, എഡ്യൂക്കേഷനിലൂടെയാണ് നമുക്ക് കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം? ഒരു എഫക്റ്റീവ് കരിക്കുലം വേണം സ്കൂളുകളിൽ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കണം, ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. സോ ദ ആക്ടിവിറ്റീസ്, സെൻസറി ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ബോസ് എന്ന് പറയുന്ന 2008 പറഞ്ഞിട്ടുള്ളതാണ്. ചില സെൻസറി ആക്ടിവിറ്റീസ് ഉണ്ട്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ ആക്ടിവിറ്റി പറയുന്നത് നർച്ചറിങ് ആക്ടിവിറ്റീസ് ആണ്. അതായത് കുട്ടികളിൽ വളർത്തിയെടുക്കുക, കുട്ടികളിൽ ഓരോരോ ബിൽഡപ്പ് ചെയ്യണം. എങ്ങനെയാണ്? ആക്ടിവിറ്റീസ് ഹാവ് ടു ബി പ്ലാൻ സോ ദാറ്റ് ചിൽഡ്രൻസ് റെസ്പെക്ട് ആൻഡ് ചെറിഷ് ദെയർ നാച്ചുറൽ എൻവിയോൺമെന്റ്. കുട്ടികൾ അവരുടെ നാച്ചുറൽ എൻവിയോൺമെന്റ്, അവരുടെ ചുറ്റുമുള്ള പ്രകൃതി, അതിനെയൊക്കെ അവർ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കണം. In many schools, the practice is to confine children within classroom and teach them about the environment through textbook. The information is thus bookish and that they may not translate into values and attitudes. So, ഇവിടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് ക്ലാസ് റൂമിന്റെ ഉള്ളിലിരുന്ന് പുസ്തകത്തിലെ ചിത്രങ്ങൾ കണ്ടിട്ടാണ്. സോ അതൊരു ബുക്കിഷ് നോളേജ് ആണ്. അതിലൂടെ നമുക്കൊരു വാല്യൂസും ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. So there should be opportunity for children to come into direct contact with the nature. So നമ്മൾ പ്രകൃതിയുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? They may also be taken to sites bearing intent and testimony to the destruction of the environment. അതേപോലെ തന്നെ നമുക്ക് ഒരു ഔട്ട്ഡോർ സെറ്റിംഗ്സ് ഒക്കെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പ്രകൃതിയിൽ വരുന്ന പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ, എൻവിയോൺമെന്റൽ ഇഷ്യൂസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് ട്രിപ്പ് നടത്തുക, ഓരോ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അങ്ങനെ കുട്ടികൾക്ക് ഒരു ഫീൽഡ് എൻവിയോൺമെന്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഫീൽഡ് ട്രിപ്പ് ടു സെലക്ടഡ് സൈറ്റ്സ് വിത്ത് എൻവിയോൺമെന്റൽ പ്രോബ്ലംസ്. ആക്ഷൻ പ്രോജക്ട്സ് ആൻഡ് കേസ് സ്റ്റഡീസ് ആർ എമംഗ് ദ എക്സ്പീരിയൻസസ് ദാറ്റ് ഹാവ് ബീൻ മോസ്റ്റ് എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് പറഞ്ഞത് കുട്ടികളിൽ നമ്മൾ ഓരോരോ ബ്രിങ് അപ്പ് ചെയ്യുക, കുട്ടികളെ ബ്രോട്ടപ്പ് ചെയ്യുന്നത് എങ്ങനെ വേണം? പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കുട്ടികളെ വളർത്തിയെടുക്കുക. പ്രകൃതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആക്ടിവിറ്റീസ് കൊടുക്കുക. പിന്നെ ഫീൽഡ് ട്രിപ്പ് നടത്തുക, പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അടുത്തത് യൂസിങ് മീഡിയ ടു അക്വയർ ചിൽഡ്രൻ വിത്ത് ദ എൻവിയോൺമെന്റ്. മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളെ എൻവിയോൺമെന്റുമായിട്ട് അടുക്കാൻ എങ്ങനെ സാധിക്കും? The print and the audio and video media have a powerful influence on young minds. അപ്പോൾ നമുക്കറിയാം വീഡിയോസും ഓഡിയോസും ഒക്കെ കൂടുതലായിട്ട് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്, അവരുടെ മൈൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. Books with rich color picture, videos, films and television programs have a strong impact on children. അപ്പോൾ കുട്ടികൾ ഒരുപാട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ദീസ് ഷുഡ് ബി ചൂസൺ വിത്ത് കെയർ. They should be provide correct information about the environment without compromising on the factfulness. അതായത് സത്യസന്ധമായിട്ട് ഇൻഫർമേഷൻ ഇവർക്ക് അവൈലബിൾ ആക്കുക, അതിൻ്റെ മീഡിയാസ് ഒക്കെ ഇവർക്ക് കൊടുക്കാം. Often children learn about animals through stories with the anthropomorphism that portray animals behaving like human beings. പൊതുവെ കുട്ടികൾ മൃഗങ്ങളെ മനസ്സിലാക്കുന്നത് കഥകളിലൂടെയാണ്. കഥകളിൽ എങ്ങനെയാണ്? മനുഷ്യന്റെ പോലെയാണ് എന്ത് മൃഗങ്ങൾ. അവര് വീട്ടിൽ താമസിക്കുന്നു, ഫർണിച്ചർ ഉപയോഗിക്കുന്നു, ഡ്രസ്സ് ഉപയോഗിക്കുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ കുട്ടികൾ സാധാരണ എന്ത് ചെയ്യുന്നത്? അനിമൽസിനെ ഒക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ലിവിങ് ഇൻ ഹൗസസ്, വീട്ടിൽ താമസിക്കുന്നു, ഫർണിച്ചർ യൂസ് ചെയ്യുന്നു, വിയറിംഗ് ഡ്രസ്സസ്, അറ്റൻഡിങ് സ്കൂൾ. ഹെൻസ് ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ബാലൻസ് ഓഫ് ബുക്ക് ആൻഡ് വീഡിയോ audio programs with anthropomorphism and those that portray animals as they actually are.
സോ അവർ മൃഗങ്ങൾ എങ്ങനെയാണ് അത് അവർക്ക് ആക്ച്വലി എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണം. അവർ കുട്ടികൾക്ക് അറിയുന്നത് വീഡിയോസ്, അതായത് കുട്ടികൾ അറിയുന്നത് എങ്ങനെയാണ്, വീഡിയോസിലൂടെയും കഥകളിലൂടെയൊക്കെയാണ്. കോമിക് കഥകളിൽ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, നമ്മൾ വീട്ടില് നമ്മുടെ പോലെ തന്നെ അല്ലെ താമസിക്കുന്നു, ഷർട്ട് ഇടുന്നു, ഡ്രസ്സ് ഇടുന്നു, ആ രീതിയിലൊക്കെയാണ്. പക്ഷെ അതല്ലാതെ അവർ ജെന്യുവിൻ എങ്ങനെയാന്നുള്ളത് കുട്ടികൾക്ക് വീഡിയോസിലൂടെ കാണിച്ചു കൊടുക്കണം. നെക്സ്റ്റ് റോൾ പ്ലേ ആണ്. Role play with children playing the roles of plants and animals could make them emphasize with them. Role play എന്ന് പറയുമ്പോൾ എന്താണ്? Children playing roles of plants, ചെടികളുടെയും മൃഗങ്ങളുടെയൊക്കെ റോള് പ്ലേ ചെയ്യാം. Also playing the heroes of safari who does not shoot with gun but with camera, a vet who cures animals. അപ്പൊ കുട്ടികൾക്ക് ഓരോ കഥാപാത്രങ്ങളായിട്ട് അനുകരിക്കുക, അത് കൊടുക്കാം ആക്ടിവിറ്റീസ് ആയിട്ട്. അപ്പൊ അതൊക്കെ അവരുടെ മനസ്സിൽ വളരെയധികം ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. യങ് മൈൻഡ്സിൽ ഒരുപാട് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് നെക്സ്റ്റ് വൺ, കൾച്ചറൽ ആക്ടിവിറ്റീസ്. എപ്പിക്സ് ആൻഡ് ഫോക്ക് ടെയിൽ, സോങ്സ് ആൻഡ് ഡാൻസസ്, പപ്പട്രി, skits that speak a close bondage between man and nature can introduce children to traditional knowledge about healthy interaction between man and environment as an age-old practice. So epics, പഴയ കഥകൾ, folk tales, പാട്ടുകൾ, ഡാൻസുകൾ, പപ്പട്രി, സ്കിറ്റ്, അതേപോലെ സ്പീക്ക് ഓഫ് ക്ലോസ് ബോണ്ടേജ് ബിറ്റ്വീൻ മാൻ, പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള അതൊക്കെ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ട്രഡീഷണൽ നോളേജ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം പഴയ കഥകളില്. അതേപോലെ തന്നെ ഹെൽത്തി ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെന്റ്. നമ്മുടെ പണ്ട് തന്നെ മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മുടെ കഥകൾ, പുരാണ കഥകൾ, ഫോക്ക് ടെയിൽസ് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ്, റീയൂസിങ്, റീസൈക്ലിംഗ് ആൻഡ് റെഡ്യൂസിങ് കൺസംഷൻ. നമുക്ക് പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. റീയൂസിങ്, നമുക്ക് പല സംഭവം റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യുക, വീണ്ടും ഉപയോഗിക്കുക. അതേപോലെ കൺസംഷൻ കുറയ്ക്കുക. സ്റ്റോറിങ് വേസ്റ്റ് പേപ്പർ, ബ്രോക്കൺ ഗ്ലാസ്, മെറ്റാലിക് തിങ്സ് ആൻഡ് സെൻഡിങ് ദം ഫോർ റീസൈക്ലിംഗ്. നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ, ബ്രോക്കൺ ഗ്ലാസുകൾ, മെറ്റാലിക് തിങ്സ് ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്യണം, റീസൈക്ലിങ്ങിന് കൊടുക്കാം. ഡൊണേറ്റിംഗ് ഓൾഡ് ബുക്സ് ടു ലൈബ്രറി, പഴയ ബുക്കുകളൊക്കെ ലൈബ്രറിയിലേക്ക് കൊടുക്കുക. യൂസിങ് പേപ്പർ, കളേഴ്സ് ആൻഡ് അതർ തിങ്സ് എക്കണോമിക്കലി. നമ്മൾ പേപ്പർ ആയാലും കളേഴ്സ് ആയാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യുമ്പോൾ വളരെ എക്കണോമിക്കലായിട്ട് വേസ്റ്റേജ് ആവാതെ ഉപയോഗിക്കുക. സേയിങ് നോ ടു പോളിത്തീൻ ബാഗ്സ്, പ്ലാസ്റ്റിക്കുകൾക്ക് നമ്മൾ നോ പറയണം. സ്വിച്ചിങ് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വൈ ലീവിംഗ് ദ റൂം ക്യാൻ ബിക്കം ലൈഫ് ലോങ് ഹാബിറ്റ്സ് ഇൻ കൺസർവിംഗ് ആൻഡ് ഇക്കോണമി ഓഫ് പ്രാക്ടീസ് ഫ്രം ചൈൽഡ്ഹുഡ്. നമ്മൾ റൂമിൽ നിന്ന് മാറുമ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുക, അല്ലെ, അതൊക്കെ ഒരു ലോങ് ഹാബിറ്റ്, ലൈഫ് ലോങ് ഹാബിറ്റ് ആണ്. ഇൻ കൺസർവേഷൻ ആൻഡ് ഇക്കോണമി ഇഫ് പ്രാക്ടീസ് ഫ്രം ചൈൽഡ്ഹുഡ്. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും കുട്ടികളിൽ. റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യുക, ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു കൺസർവേഷൻ ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ജെൻഡർ ഇക്വാലിറ്റി ആണ്. ആസ് പെർ ദ യുനെസ്കോ, pursuit of gender equality is central to sustainable development. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. The socio-cultural bias against women need to be overcome and the right place to begin it could be school. അതായത് പെൺകുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബയാസ് അതൊക്കെ നമുക്ക് ഒഴിവാക്കണം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബയാസ് അതൊക്കെ നമുക്ക് തുടങ്ങേണ്ടത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. ജെൻഡർ ഇക്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. We need to be aware of the barriers to the participation of girls. പെൺകുട്ടികൾക്ക് എന്തൊക്കെ ബാരിയേഴ്സ് ഉണ്ട്, ഓരോ പാർട്ടിസിപ്പേഷൻ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. In poorer families and in many societies, household work, working in the field and the like keep the girls away from school. പല നോർത്ത് ഇന്ത്യൻ പോലുള്ള പല സ്ഥലങ്ങളിൽ, പല റൂറൽ ഏരിയാസിൽ കുട്ടികൾ ഇപ്പോഴും പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. അവർക്ക് ഫീൽഡിൽ ജോലി ചെയ്യണം, അതേപോലെ തന്നെ വീട്ടിലെ പണികൾ ചെയ്യാം. അവരിപ്പോഴും സ്കൂളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യണം.
They may also be involved in decision making. തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവരെ ഇൻവോൾവ് ആക്കണം. Hence, at school, we need an environment where girls and boys are treated equally. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് സ്കൂളുകളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. So that it influence the social pattern ignorant from the society and regarded it neutralized. So നമുക്ക് ഇത് കുട്ടികളിൽ സ്കൂളുകളിൽ നിന്ന് തന്നെ ഈ ഒരു ഇത് കൊണ്ടുവരാം. അതായത് കുട്ടികളെ ഈക്വൽ ആയിട്ട് ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാം. നെക്സ്റ്റ്, നർച്ചറിങ് ഫെയ്ത്ത് ഇൻ ഡെമോക്രസി. ഡെമോക്രസിയിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം അത് വളർത്തിയെടുക്കണം. റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ഡെമോക്രസി ഹാസ് ടു ബി ഗ്രൗണ്ടഡ് ഇൻ ദ വേ ഓഫ് ലൈഫ് ത്രൂ പാർട്ടിസിപ്പേറ്ററി പ്രാക്ടീസ്. ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഡെമോക്രസി കൊണ്ടുവരാൻ പറ്റും ജീവിതത്തിൽ. ഒരു പാർട്ടിസിപ്പേഷനിലൂടെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മൾ എങ്ങനെ ചെയ്യാം? അതായത് ടു ഗിവ് ഷേപ്പ് ടു ദീസ്, നമ്മൾ കുട്ടികളിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡെമോക്രസിയിൽ വിശ്വാസം നമ്മൾ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യണം. ഡയലോഗ്സ് may made a way of life. Participatory governance wherein people do not remain voiceless. അതായത് ജനങ്ങൾ വോയിസ്ലെസ് ആവരുത്. ജനങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഡയലോഗ്സ്, പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്, ഇതൊക്കെ കുട്ടികളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. There is a need to make children aware about the rights and duties in group situations. അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ കുട്ടികൾ അറിയണം. അപ്പോൾ അതിന് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം കുട്ടികൾക്ക്. ഷെയർ ഗോൾസ്, എഗ്രി ഓൺ സ്ട്രാറ്റജി ആൻഡ് വർക്ക് ടു അച്ചീവ് ഒക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുക. അത് നമുക്ക് സാധിക്കുന്നത് ഡെമോക്രാറ്റിക്കലി കോമ്പിറ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. The nature of teachers' relationship with the children, including the way rules are set and discipline administrated. Nature of teachers' relationship. ടീച്ചേഴ്സിന്റെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്? വിത്ത് ദ ചിൽഡ്രൻ, ഇൻക്ലൂഡിംഗ് ദ വേ റൂൾസ് ആർ സെറ്റ് ആൻഡ് ഡിസിപ്ലിൻ അഡ്മിനിസ്ട്രേറ്റഡ്. നമ്മൾ റൂൾസ് സെറ്റ് ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ ഡിസിപ്ലിൻ നടപ്പിലാക്കുകയാണെങ്കിലും അവിടെ ഏതൊക്കെയാണ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെ നമുക്ക് ഒരു ഡെമോക്രസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. The extent to which the curriculum allows decisions to be made by children and encourages collaboration with others. പിന്നെ the extent to which the children allows decision to be made by children. അതായത് കുട്ടികൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും അതിനൊക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. The extent to which the children are involved in the governance of school. സ്കൂളിലെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കുട്ടികളെ ഇൻവോൾവ് ആക്കുക. പിന്നെ കരിക്കുലത്തിലൊക്കെ എന്ത് ചെയ്യണം? ഡെയിലി ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ, കമ്മ്യൂണിറ്റിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തുക. The relationship of the school's democratic structure than to that of the surrounding community-മായിട്ടുള്ള റിലേഷൻ, ഇതൊക്കെ നമ്മൾ കരിക്കുലത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ടുവേർഡ്സ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ സൊസൈറ്റിയിൽ എല്ലാം ഉൾക്കൊണ്ട് വളരാൻ അവരെ പ്രാപ്തരാക്കണം. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിരിക്കണം. എല്ലാവരും എല്ലാ സമൂഹത്തിനും ഉൾക്കൊണ്ടുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള അവർ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. That is, change attitude towards such children forming the basis for just and non-discriminatory society. നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു കുട്ടികളായിട്ട് മാറണം. അവരെല്ലാവരും ഒന്നിച്ച് വളരാൻ, ഒന്നിച്ച് പഠിക്കാൻ അവരെ പ്രൊമോട്ട് ചെയ്യാം. Then differences in natural and contribute to the richness of the society reflected in school. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ എന്താ ചെയ്യണം എന്ന് പറയുന്നത്, കുട്ടികളിൽ ഇപ്പോൾ ഡിസേബിൾഡ് ആയ കുട്ടികളുണ്ടായിരിക്കും, അവരെ മാർജിനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുക, അങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ പാടില്ല. അവരെ ഇപ്പം ചെയ്യുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് അവർക്ക് സെപ്പറേറ്റ് സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യാതെ അവരെ സാധാരണ റെഗുലർ സ്കൂളിൽ തന്നെ കൊണ്ടുവരിക. അപ്പം മറ്റുള്ള കുട്ടികളും ഇവരെ അറിഞ്ഞ് ഇവരോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാവും. സോ അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ഡിസേബിൾഡ് ആയ കുട്ടികളെ നമ്മൾ കോർണറൈസ് ചെയ്യാനോ മാർജിനലൈസ് ചെയ്യാനോ പാടില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, അത് കുട്ടികളിൽ നമ്മളത് വളർത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാലൻസ് ടോപ്പിക്ക് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ.
ഓക്കെ, താങ്ക് യു.